ഹായ് ഓൾ, വെൽക്കം ടു മിൻ PSC ദ റൈറ്റ് ഗൈഡൻസ്. നമുക്കപ്പോൾ എല്ലാ എക്സാമിനും ആവശ്യമായ ഒരു റെഫറൻസ് ആണ് SCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളിത് പുതിയതായിട്ട് ഒന്ന് ലോഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ കെമിസ്ട്രിയുടെ പുതിയതായിട്ട് ഒരു SCERT സീരീസ് ആയിട്ടാണ് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ മിൻറ്റ് PSCയുടെ പ്ലേ ലിസ്റ്റ് ഓൾറെഡി നമുക്ക് വരുന്നുണ്ട്. സംസ്കൃതി എന്ന പേരിലാണ് നമ്മുടെ പ്ലേ ലിസ്റ്റിൽ വരുന്നത്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും സംസ്കൃതി എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ SCERT നമുക്കറിയാലോ, ഏത് എക്സാമിനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും റെഫറൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ എടുക്കുന്നതും SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. അപ്പോൾ ഏതൊരു സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്ലേ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കെമിസ്ട്രിയുടെ നമുക്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക്, ഇത് നമ്മുടെ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഈ സീരീസ്. അപ്പോൾ നമുക്ക് 5th സ്റ്റാൻഡേർഡ് തുടങ്ങിയിട്ട് 10th സ്റ്റാൻഡേർഡ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ ഓരോ ടൈം ഓരോ വീഡിയോസായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാവരും SCERT ഇത് ത്രൂ നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്യണം എന്ന ആഗ്രഹമുള്ള എല്ലാവരും ഈ വീഡിയോസ് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മളുടെ കെമിസ്ട്രിയിൽ, നമ്മൾ സയൻസ് പോർഷനിൽ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി അങ്ങനെ 3 പോർഷൻസ് ആയിട്ടായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ 5th സ്റ്റാൻഡേർഡ് ഉണ്ട്, നമുക്കറിയാം ബേസിക് സയൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിൽ ഇമ്പോർട്ടൻസ് കുറവാണ്. ആ 5th സ്റ്റാൻഡേർഡിലെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് 6th സ്റ്റാൻഡേർഡിലാണ് നമുക്ക് വരുന്നത്. നമുക്കറിയാലോ, ഈ പറയുന്ന പോലെ സയൻസ് എന്ന് പറയുന്ന ഒറ്റ ഇതായിട്ടാണ് നമുക്ക് ബേസിക് സയൻസ് എന്നാണ് നമുക്ക് അതിൽ വരുന്നത്. മുതിർന്ന ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്താണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ 3 ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇമ്പോർട്ടൻസ് കൂടുതലും 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്നിരുന്നാലും നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഒരു രസമായിട്ട് പഠിക്കാനൊക്കെയാണ് നമ്മൾ ഈ 5th, 6th, 7th ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്ക് കൂടി നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലാണ്. അതിൽ മെയിനായിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. അതിൽ നമുക്ക് 5ാമത്തെ ചാപ്റ്ററാണ് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവല്, അതായത് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന കുറച്ച് നോട്ട്സും അതുപോലെ നമ്മുടെ ക്ലാസ്സസും ഒക്കെ എന്താണ് നമ്മളുടെ 8ലെ 9ലെ ചാപ്റ്റേഴ്സിലേക്കായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 5ാമത്തെ ചാപ്റ്ററാണ് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ 2ാമത്തെ ചാപ്റ്ററായ ആസിഡുകളും ബേസുകളും. നമുക്കറിയാം ആസിഡും ബേസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതും നിങ്ങൾ നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പല പല റിയാക്ഷൻസും, ഇപ്പോൾ ലിറ്റ്മസ് പേപ്പറിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ആസിഡിനെ കുറിച്ചാണ്, ബേസിനെ കുറിച്ചാണെങ്കിലും ഇതൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരുന്നത് മെയിനായിട്ട് ഇതിൽ നിന്ന് വരുന്ന നമ്മുടെ SCERTയിൽ നിന്ന് വരുന്ന മെയിനായിട്ട് കുഞ്ഞു ബോക്സുകൾ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ആയിരിക്കും എപ്പോഴും PSCയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യാം, നമ്മൾ നന്നായിട്ട് പഠിച്ചു പോകാണ്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 8ാമത്തെ സ്റ്റാൻഡേർഡ്, നമ്മളുടെ എന്താണ് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് മാറ്റങ്ങളുടെ രസതന്ത്രം ചാപ്റ്റർ 4 ആണ്. 4ാമത്തെ ചാപ്റ്ററിലെ മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്ന ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ 5ാമത്തെ ചാപ്റ്ററാണ് മൂലകങ്ങളും സംയുക്തങ്ങളും അല്ലേ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴും ഇപ്പോൾ ഏതൊരു 10th ലെവൽ എക്സാം ആണെങ്കിലും 12th ലെവൽ എക്സാം ആണെങ്കിലും ഈവൻ ഡിഗ്രി ലെവൽ എക്സാമിനാണെങ്കിൽ പോലും ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നമുക്ക് ചോദിച്ച് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂലങ്ങളും സംയുക്തങ്ങളും പിന്നെ ലോഹങ്ങളും അലോഹങ്ങളും അല്ലേ, ഇതൊക്കെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നമുക്ക് ചോദിക്കുന്നതൊക്കെ ഈ പാഠഭാഗങ്ങളിൽ നിന്നാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 6ാമത്തെ ചാപ്റ്ററാണ്. ഏതാണ് ലോഹങ്ങളും അലോഹങ്ങളും. അതും ഇമ്പോർട്ടൻ്റ് ആണ്. 4, 5, 6 എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി 9th സ്റ്റാൻഡേർഡിലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററായ ആറ്റത്തിൻ്റെ ഘടന അല്ലേ. ആറ്റം അല്ലേ, നമുക്ക് ആറ്റം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. പീരിയോഡ് ടേബിളിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ നമ്മൾ എന്താണ് ഇതൊക്കെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററാണ് അത്, ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. അതുപോലെ 2ാമത്തെ ചാപ്റ്ററാണ് എന്ത്, പീരിയോഡിക് ടേബിൾ അല്ലേ. പീരിയോഡ് ടേബിൾ എന്ന് പറയുന്നത്
ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഈ പോർഷനിൽ നിന്ന്. ഒരു 2-3 മാർക്ക് എന്തായാലും നമുക്ക് എല്ലാ എക്സാമിനും കാണാൻ സാധിക്കുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ 3ാമത്തെ ചാപ്റ്റർ ആണ് രാസബന്ധനം അല്ലേ. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇനി 5ാമത്തെയാണ് രാസഗതികം. രാസഗതികം എന്ന ചാപ്റ്റർ നമുക്ക് ഇതിൽ വരുന്നത്. അത് 5ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. അതുപോലെ തന്നെ 7ാമത്തെ സെപ്പറേറ്റ് ആയിട്ട് ലോഹങ്ങളും അലോഹങ്ങളും എന്ന് പറയാതെ നമുക്ക് എന്താണ് 7ാമത്തെ ഒരു ചാപ്റ്റർ ആണ് അലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത് നമുക്ക് എന്താണ് പീരിയോഡ് ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. നമുക്ക് SPDF അല്ലേ. അപ്പൊ ഇതിൽ നിന്നും ഓരോന്നിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഓരോരോ എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള ചോദിക്കുന്നുണ്ട്. അതിന്റെ ഡെഫിനിഷൻസ് നമുക്ക് ഏതൊക്കെയാണ് വരുന്നത് അല്ലേ. ഇതെല്ലാം തന്നെ ഈ ഒരു പീരിയോഡ് ടേബിൾ അലോഹങ്ങൾ ലോഹങ്ങൾ എന്നെല്ലാം റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമുക്ക് വരുന്ന 8ാമത്തെ ചാപ്റ്റർ ആണ് കാർബണിക രസതന്ത്രം. കാർബൺ കോമ്പൗണ്ട്സ് ഒക്കെ നമുക്ക് വരുന്നത് ഇതിൽ നിന്നാണ്. നമുക്ക് എന്താണ് കാർബണെ കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ 8ാമത്തെ ചാപ്റ്ററിലെ കാർബണിക രസതന്ത്രം എന്ന് പറയുന്ന ഇതിൽ വരുന്നത്. ഇനി 10th സ്റ്റാൻഡേർഡിലെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ നോക്കുമ്പോൾ എന്താണ് മുകളിലേക്ക് വരുന്നതോറും നമ്മളുടെ 8, 9, 10 ഈ പറയുന്ന ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. അതിൽ 9th കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നമ്മളുടെ 10ാമത്തെ സ്റ്റാൻഡേർഡിലാണെങ്കിൽ 3ാമത്തെ ചാപ്റ്റർ ഏതാണ് പീരിയോഡിക് ടേബിൾ അല്ലെ. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസങ്ങളും അല്ലെ. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്നുള്ള ഇത് വരുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചാപ്റ്റർ ആണ് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസങ്ങളും. അത് 3ാമത്തെ ചാപ്റ്റർ ആണെന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ 4ാമത്തെ ചാപ്റ്റർ ആണ് വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും അല്ലേ. അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. നമ്മളുടെ മോൾ തിയറി, അതുപോലെ എന്താണ് നമ്മളുടെ അവഗാഡോസ് നമ്പർ ഏതാണ്, എത്രയാണ് അതിൻ്റെ ഇതെന്നുള്ളതൊക്കെ നമുക്ക് കാൽക്കുലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. ഇതിൽ നമുക്ക് വരുന്നതാണ് ചാൾസ് ലോ, ബോയ്സ് ലോ, അവഗാഡോസ് ലോ. ഇതെല്ലാം നമുക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ മെയിൻ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയുടെ. ഈ ഒരു ഭാഗത്തു നിന്നാണ് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് വരുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഈ ഒരു സീരീസ് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മളുടെ SCRT അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേറൊരു ടൈം എടുത്ത് ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമ്മൾ SCRT സീരീസ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമൻറ്റ് ചെയ്ത് ചോദിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്